ക്ഷേമനിധിയിലെ അപാകതകൾ പരിഹരിക്കുക, ആനുകൂല്യങ്ങൾ കൃത്യമായി വിതരണം ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റി CITU-വിന്റെ നേതൃത്വത്തിൽ ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. TK രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. അവകാശങ്ങൾ നിഷേധിക്കാൻ ആര് തന്നെ തുനിഞ്ഞെന്നാൽ പിടിച്ചുകെട്ടാൻ ഞങ്ങൾക്കറിയാം. ജീവിതകാലം പണി ചെയ്തിട്ടും ജീവിക്കാനായി പാടുപെടുന്ന തൊഴിലാളികളുടെ അത്താണ് നിഷേധിക്കല്ലേ. ഓടിൻ തലപ്പത്തുള്ളവരെ അവകാശങ്ങൾ നേടിയെടുക്കാൻ നേടിയെടുത്തവ സംരക്ഷിക്കാൻ അതിനാണ് ഈ സമരം. ഇൻകുലാബ് സിന്ദാബാദ്. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ്. തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിക്കാൻ ആര് തന്നെ തുനിഞ്ഞെന്നാൽ പിടിച്ചുകെട്ടാൻ ഞങ്ങൾക്കറിയാം. ജീവിതകാലം പണി ചെയ്തിട്ടും ജീവിക്കാനായി പാടുപെടുന്ന തൊഴിലാളികളുടെ അത്താണ് നിഷേധിക്കല്ലേ. ഓടിൻ തലപ്പത്തുള്ളവരെ അവകാശങ്ങൾ നേടിയെടുക്കാൻ നേടിയെടുത്തവ സംരക്ഷിക്കാൻ CITU സിന്ദാബാദ്. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ നിഷേധിക്കാൻ അവകാശങ്ങൾ നിഷേധിക്കാൻ ആര് തന്നെ തുനിഞ്ഞെന്നാൽ പിടിച്ചുകെട്ടാൻ ഞങ്ങൾക്കറിയാം. ജീവിതകാലം പണി ചെയ്തിട്ടും ജീവിക്കാനായി പാടുപെടുന്ന തൊഴിലാളികളുടെ അത്താണ് ഓടിൻ തലപ്പത്തുള്ളവരെ അവകാശങ്ങൾ നേടിയെടുക്കാൻ നേടിയെടുത്തവ സംരക്ഷിക്കാൻ അതിനാണ് ഈ സമരം. ഇൻകുലാബ് സിന്ദാബാദ്. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ്. ആ ക്ഷേമ പദ്ധതിയാണ് കേരളത്തിലെ മോട്ടോർ തൊഴിലാളി രംഗത്ത് പണിയെടുക്കുന്ന തൊഴിലാളി. അവരെ സംബന്ധിച്ച് ജോലി സ്ഥിരതയില്ല, മിനിമം വേസ് ഇല്ല, ലീവ് ആനുകൂല്യമില്ല, ജോലി സമയമില്ല, ഒരാനുകൂല്യമില്ലാത്ത തൊഴിലാളികൾ പക്ഷേ കേരളത്തിൽ ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികൾ മാത്രമാണ്. ബസ് വ്യവസായ രംഗത്തും ലോറി വ്യവസായ രംഗത്തും അപൂർവം ചില സംരക്ഷണമുണ്ടെങ്കിൽ പോലും ഒരു സംരക്ഷണവുമില്ലാതെ ഇന്ത്യ രാജ്യത്ത് പാസാക്കിയ 16 തൊഴിൽ തർക്ക നിയമത്തിൽ ഒരു നിയമത്തിൻ്റെ പരീക്ഷയില്ലാതെ പണിയെടുക്കുന്ന 3.5 ലക്ഷത്തോളം വരുന്ന ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് ചെറിയൊരു ആശ്വാസം എന്ന രീതിയിലാണ് ഈ ക്ഷേമ പദ്ധതി നടപ്പിലാക്കിയത്. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഈ സമരത്തെ നോക്കിക്കാണുന്ന ആളുകളോട് ഞങ്ങൾ വിനീതമായി പറയുന്നത് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്ന മുദ്രാവാക്യം നടപ്പിലാക്കുന്നതിന് വേണ്ടി ലോകവ്യാപകമായി നടത്തുന്ന സമരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ കേരളത്തിലെ ഇന്ത്യയിലെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിക്ക് ഈ സാർവദേശീയ നിയമം ബാധകമാണോ? നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും ഒടുവിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് 8 മണിക്കൂർ ജോലി നടപ്പിലാക്കാത്ത സ്ഥിതി ഉണ്ടായത്. ആ ഡിപ്പാർട്ട്മെൻറ്റിനകത്തും 8 മണിക്കൂർ ജോലി നടപ്പിലാക്കാൻ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് മുമ്പോട്ട് വന്നു. ആശുപത്രി രംഗത്ത് നഴ്സുമാർക്കാണ് 8 മണിക്കൂർ ജോലി എന്നത് അപ്രാപ്യമായിരുന്നത്. അതും ഈ കേരളത്തിൽ നടപ്പിലായി. എന്നാൽ ഓട്ടോറിക്ഷ രംഗത്തെ തൊഴിലാളി സംബന്ധിച്ച് അത് സ്വപ്നം കാണാൻ വേണ്ടി കഴിയുമോ?
ഞങ്ങൾ ചോദിക്കട്ടെ, ഈ ക്ഷേമ പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മറ്റൊരു സംരക്ഷണവുമില്ലാത്ത തൊഴിലാളിയാണ് ഓട്ടോറിക്ഷ രംഗത്തെ തൊഴിലാളി, ടാക്സി രംഗത്തെ തൊഴിലാളി. രാവിലെ ഓട്ടോറിക്ഷയുമായി സ്റ്റാൻഡിൽ വന്നാൽ ആ സ്റ്റാൻഡിനകത്ത് നിൽക്കുന്ന ഓട്ടോറിക്ഷക്കകത്ത് യാത്രക്കാരൻ കയറിയാൽ മാത്രം വരുമാനം. യാത്രക്കാരൻ കയറിയില്ലെങ്കിൽ 10 പൈസ വരുമാനമില്ല. മിനിമം വേസ് തീരുമാനിക്കപ്പെട്ടു. ഇന്ത്യയിലാകെ ഇവിടെ മിനിമം വേസ് കിട്ടുമോ? ഏതെങ്കിലും യാത്രക്കാരൻ കയറിയില്ലെങ്കിലും, ഒരു യാത്രക്കാരൻ ഒരു ദിവസം കയറിയില്ലെങ്കിലും ഒരു 100 രൂപയെങ്കിലും ആ തൊഴിലാളിക്ക് വരുമാനം കൊടുക്കാനുള്ള സംവിധാനം ഈ കേരളത്തിലില്ലല്ലോ, ടാക്സി രംഗത്തില്ലല്ലോ. അതുപോലെ രോഗം വന്നാൽ ചികിത്സിക്കാൻ ആവശ്യമായ മെഡിക്കൽ ആനുകൂല്യം, അതുപോലെ ക്യാഷ് ലീവ്, ഒരു വർഷം 15 ക്യാഷ് ലീവ് കിട്ടാത്ത ഒരു തൊഴിലാളി നമ്മുടെ കേരളത്തിലില്ലല്ലോ. 15 ദിവസം ജോലി ചെയ്താൽ ശമ്പളത്തോട് അവധി കിട്ടാത്ത വിഭാഗം തൊഴിലാളികൾ ഇന്ത്യ രാജ്യത്തോ കേരളത്തിലോ ഉണ്ടോ? നമ്മുടെ സംസ്ഥാനത്ത് ഓട്ടോറിക്ഷ രംഗത്തെ തൊഴിലാളിക്ക് ബോണസ് ഏതെങ്കിലും കിട്ടാൻ വലിയ മാർഗമുണ്ടോ? ഇല്ലല്ലോ. ഒരു തരത്തിലുള്ള ആനുകൂല്യം കിട്ടാത്ത ഈ തൊഴിലാളിക്ക് തൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് നിക്ഷേപിക്കുന്ന സംഖ്യ, ആ സംഖ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ക്ഷേമ പദ്ധതി നടപ്പിലാക്കാൻ ഗവൺമെൻറ് മുമ്പോട്ട് വന്നത്. അതാണ് സംഘടനാതിരി ഞങ്ങൾ അംഗീകരിച്ചത്. 50 രൂപ ഉടമയും 50 രൂപ തൊഴിലാളിയും പ്രതിമാസം അടച്ചാൽ 55 വയസ്സോ 60 വയസ്സോ കഴിയുമ്പോൾ, ഇപ്പോൾ 60 വയസ്സാണ് തീരുമാനിച്ചിരിക്കുന്നത്, 55 വയസ്സ് വേണമെന്നാണ് ഞങ്ങൾ ആവശ്യം ഉന്നയിച്ചത്. അവർ പിരിഞ്ഞു പോകുമ്പോൾ അടക്കുന്ന സംഖ്യയുടെ, തൊഴിലുടമയും വാഹന ഉടമയും തൊഴിലാളിയും അടക്കുന്ന സംഖ്യയുടെ 100 രൂപയിൽ 75 രൂപ ഗ്രാറ്റുവിറ്റി ആനുകൂല്യത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു. 7% പലിശയോടുകൂടി ആ പണമാണ് ഗ്രാറ്റുവിറ്റി ഇനത്തിൽ ഈ തൊഴിലാളിക്ക് കൊടുക്കാൻ ആവശ്യമായ സംവിധാനം അതിനകത്തുണ്ടാക്കിയത്.